ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പാസ്തയാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ പാസ്തയാണ് കേട്ടോ, പക്ഷേ വളരെ ടേസ്റ്റിയുമാണ്. അതിനായിട്ട് ഞാൻ ഓൾറെഡി പാസ്ത റെഡിയാക്കിയിട്ടുണ്ട്. തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് പാസ്ത കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിക്കുക. നന്നായി വെന്തതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. എണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. അത് ഓൾറെഡി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചി ഏകദേശം പാകമായി. അതിലേക്ക് നമ്മൾ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെഡ് കളർ മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരുമ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ അതിൻ്റെ ആ നല്ല റെഡ് കളറെല്ലാം മാറി നന്നായിട്ട് വൈറ്റ് കളറായി. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 8-9 മിനിറ്റ് വേവിക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരും. അപ്പോൾ നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് മാത്രം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ഒരുപാട് വഴന്നൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് 2 സവോള നന്നായി ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. സവോളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ചെറുതായി വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇനി അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതാണ് ഞാൻ ഇടുന്നത്. ഞാൻ എടുത്തത് റെഡ് ക്യാപ്സിക്കമാണ്. ഇച്ചിരി കൂടി ബെറ്റർ ഗ്രീൻ ആണ് കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്നങ്ങ് പോവണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ മതി. പിന്നെ അതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കനിലേക്ക് ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 2 ചെറിയ സ്പൂൺ ചില്ലി പൗഡർ കൂടി ഇടുന്നുണ്ട്. ഒരുപാട് എരിവ് വേണ്ട എന്നുള്ളവർക്ക് ഇത്തിരി ഇട്ടാൽ മതി, ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു 1.5 സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് ഫ്ലെയിം നല്ല കൂട്ടി വയ്ക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കതിൽ വരത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം
നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും പാസ്തയുടെ എല്ലാ ഭാഗത്തും മസാല അതിനുള്ളിൽ വരുന്ന വിധം നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ പിന്നെ ഒരു വീഡിയോയുമായി കാണാം. ബൈ.